ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ എനിക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു കടയിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വല്ല തുണിക്കടയോ കമ്മൽമാലക്കടയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹോട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇതൊന്നും അല്ല. മൺചട്ടികളും മൺപാത്രങ്ങളും മണ്ണ് കൊണ്ട് നിർമ്മിച്ച കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കട. ദേവന ക്ലേ ആർട്സ് എന്നാണ് ഈ കടയുടെ പേര്. എൻ്റെ വീടിന് നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ എത്തും. പെരുവമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ കട. എന്താണ് ഈ കട ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെയാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നുന്നു അറിയില്ലേ, അതുപോലെ എനിക്കിവിടെ വരുമ്പോൾ ഇവിടെ ക്രിയേറ്റീവായിട്ട് മണ്ണുകൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് ആണ്. ഞാനിവിടെ എപ്പോൾ വന്നാലും എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുമുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടതാണ് മണ്ണിൻ്റെ ജഗ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ ചൂടുകാലത്ത് അത്യാവശ്യമാണെന്ന് തോന്നിയുകൊണ്ട് അത് വാങ്ങി. പിന്നെ ഗ്യാസ് ഷോർട്ടേജ് ആയതുകൊണ്ട് അടുപ്പിൽ കുക്ക് ചെയ്യണോണ്ട് തന്നെ നമുക്ക് കുറച്ച് അടുപ്പിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എടുക്കണമായിരുന്നു. അപ്പം മൺകലം ഒരെണ്ണം എടുത്തു. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കലത്തിൽ ഓട്ടയായിരുന്നു. അപ്പോൾ ഒരു മൺകലം, അതുപോലെ മീൻചട്ടി, അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് മണ്ണിൻ്റെ പാൻ. മീനൊക്കെ വറുക്കാൻ വേണ്ടി യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ട് അതെടുത്തു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബൗൾസ് എടുത്തു. വേറെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആട്ടോ. ഇത് പ്ലേറ്റ് ആണ്. പ്ലേറ്റ് തന്നെ പല ഷേപ്പും പല സൈസിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ സ്പൂൺസ് കണ്ടു, കപ്സ്, ഗ്ലാസസ്, കുപ്പി വരെ ഉണ്ടായിരുന്നു. അതുപോലെ പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വിഗ്രഹങ്ങൾ അവൈലബിൾ ആണ്. അത് ഭയങ്കര പെർഫെക്ഷനിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ്. എൻ്റെ വീട്ടിലുള്ള ഒരു ഗണപതിയുടെ വിഗ്രഹം അത് ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയേക്കുന്നതാണ്. അത് മണ്ണിൻ്റെ ആണെന്നൊന്നും ആരും പറയൂല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അത്ര രസമാണ് അത് കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിഗ്രഹങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് വെക്കാൻ പറ്റുന്ന ഫാൻസി ടൈപ്പ് ഓഫ് സാധനങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങളിപ്പോൾ പറഞ്ഞ് അവരോട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും അവിടെ പറ്റും. അതുപോലെ തന്നെ ചെടി നടാനുള്ള പോട്ട്സ്, അതൊരു വൈഡ് വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട്. ഓർക്കിഡൊക്കെ നടാൻ പറ്റിയ അങ്ങനത്തെ പോട്ട്സ് ആയിക്കോട്ടെ, അല്ലാണ്ട് നമ്മുടെ നോർമൽ പ്ലാന്റ്സ് നടാൻ പറ്റുന്ന ഏത് സൈസിലും ഏത് ഷേപ്പിലും പറഞ്ഞാൽ അവർ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തരും. കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് റീസണബിൾ. ബിക്കോസ് ഞാൻ പുറത്ത് വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ള റേറ്റ് എനിക്കറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ റീസണബിൾ ആണ്. നിങ്ങൾക്ക് ഈ കടയിൽ വന്നാലാട്ടോ മനസ്സിലാവുള്ളൂ ഇവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയധികം സാധനങ്ങൾ മണ്ണിൽ ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കാണും, വാങ്ങും, പോകും. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ കടയിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് ചെടികളുടെ കടയിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമാണല്ലെന്നല്ല, പക്ഷേ എനിക്ക് ഇവിടെ വരുമ്പോഴും ഭയങ്കര ഒരു തെറാപ്യൂട്ടിക് ഫീലിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ ഓണർ അനൂപേട്ടനും ഫാമിലിയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആൾക്കാരാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഭയങ്കര നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ എവറി ടൈം ഐ കം ഹിയർ, അനൂപേട്ടൻ ടേക്സ് എഫേർട്സ് ആൻഡ് കംസ് ആൻഡ് എക്സ്പ്ലെയിൻസ് ടു മീ ഈ ഫുൾ പ്രോസസ്സും കാര്യങ്ങളും. ഇവരുടെ ഫാക്ടറി ഇവിടെ തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നാൽ നമുക്കത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ നമ്മുടെ പോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊരു മാസ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫ്രം എ പ്ലാന്റ് നഴ്സറി. അപ്പോൾ അവിടേക്ക് കൊടുക്കാനായിട്ടുള്ള പോട്ട്സിൻ്റെ പ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ രസമാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, ഒരു കൂജയൊക്കെ വാങ്ങി, ചൂടുകാലം ആയതുകൊണ്ട് എന്തായാലും ആവശ്യമാണെന്ന് തോന്നിയോണ്ട്. അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.